ബഷീറുമായിട്ട് DC പ്രസിഡന്റ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട KLP ഉൾപ്പെടെ PP ആലിക്ക മജീക ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും ഞാൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് വളരെ ഹൃദ്യമായ രീതിയിലുള്ള ചർച്ച നടത്തി. ജഷീർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ കോൺഗ്രസ് നേതൃത്വം എന്ന രീതിയിൽ അതിനെ വളരെ ഗൗരവത്തോടെയും വളരെ ഉൾക്കാഴ്ചയോടും കൂടി അതിനെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുകയാണ്. ജഷീർ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഇല്ലാതായി പോകും എന്നുള്ളതായിരിക്കുന്ന ആശങ്ക ആർക്കും വേണ്ട. ജഷീർ ഭാവിയിലേക്കുള്ള കോൺഗ്രസിന്റെ ഒരു കരുത്തുറ്റ പ്രവർത്തകനാണ്, യുവജന നേതൃത്വമാണ്. അദ്ദേഹത്തെ മുന്നോട്ട് പോകാനുള്ളതായ എല്ലാ വഴികളും ഞങ്ങൾ ഉണ്ടാക്കും, തർക്കമില്ല. ജഷീർ തീരുമാനം ആ ഊർജ്ജസ്വലനായിട്ടുള്ള മിടുക്കനായിട്ടുള്ള ആ പ്രവർത്തകൻ, ഞങ്ങളുടെയൊക്കെ അഭിമാനമായിട്ടുള്ള പ്രവർത്തകൻ, അദ്ദേഹം അത് സംബന്ധിച്ച തീരുമാനം 2 മണിയോടുകൂടി നിങ്ങളെ അറിയിക്കും. ജഷീർ പറഞ്ഞ പല കാര്യങ്ങളിലും ഒന്ന് അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കിയത് അദ്ദേഹത്തിന് തോമാട്ടയുള്ള സീറ്റ് അദ്ദേഹം സ്വന്തം സ്ഥലമാണ്, അവിടെ അയോഗ്യനാണെന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാനസിക വിഷമം ഉണ്ടാക്കി. മറ്റൊന്ന് അദ്ദേഹത്തെ ഒതുക്കാനായി ചില നേതാക്കന്മാരൊക്കെ ശ്രമിക്കുന്നു എന്നൊരു വിഷമം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നു. ഒന്ന് ജഷീർ അയോഗ്യനാണ് എന്നതായിരിക്കുന്ന തലത്തിൽ ഒരു ചർച്ച കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടന്നിട്ടില്ല. ജഷീർ കൊള്ളാവുന്ന ആളായിരുന്നു. 1ലധികം സീറ്റുകളിൽ ജഷീറിന്റെ പേര് പരിഗണിച്ച് ചർച്ച ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ്. രണ്ടാമത്തെ കാര്യം ജഷീർ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഒതുങ്ങിപ്പോകേണ്ട ആളല്ല. ജഷീർ ഭാവിയിലേക്കുള്ള ഒരു കരുത്തുറ്റ കോൺഗ്രസിന്റെ സമ്പത്താണ്. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടി പാർട്ടി തലത്തിൽ സ്വീകരിക്കും. സാമുദായിക സമവാക്യങ്ങൾ അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ള ആക്ഷേപം ഇന്നലെ നിങ്ങൾ സമസ്തയായിട്ട് ചർച്ച നടത്തി. അത് സെറ്റിൽമെന്റിന്റെ കാര്യമല്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഞങ്ങളൊരു പ്രധാനപ്പെട്ട സാമുദായിക സംഘടനയായിട്ട് സംസാരിക്കുന്നുണ്ട്. തുറന്നു പറയുന്ന പേര് പറയാതിരിക്കുക. ഞങ്ങളിത് ആരെയും അറിയിച്ചുകൊണ്ടല്ല. ഞങ്ങൾ എല്ലാ സോഷ്യൽ സെഗ്മെന്റുമായിട്ട് കോൺഗ്രസ് നല്ല ഹൃദ്യമായ കമ്മ്യൂണിക്കേഷനിലാണ്. ആ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ടാണ് ഈ സംസാരങ്ങളൊക്കെ നടക്കുന്നത്. അതിലെല്ലാ കമ്മ്യൂണിറ്റിയും വരും, എല്ലാവരും വരും. അവർക്കുള്ള ആശങ്കകളും അവർക്കുള്ള ചില പ്രയാസങ്ങളും പരിഭവങ്ങളും നല്ലതായ കാര്യങ്ങളും അഭിനന്ദനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കമ്മ്യൂണിറ്റികളുണ്ട്. അവർ പറയുന്നതൊക്കെ കൃത്യമായി കോൺഗ്രസ് ഉൾക്കൊള്ളും. കോൺഗ്രസ് ഒരു വിശാല ജനാധിപത്യ മതേതരത്വ ക്യാൻവാസാണ്. എല്ലാവരെയും ഉൾക്കൊള്ളേണ്ട സമീപനം കോൺഗ്രസ് ആ സമീപനത്തിൽ ഉണ്ടാകണം എന്ന് അവരാഗ്രഹിക്കുന്നത് കൊണ്ടാണ് കാണണമെന്ന് അവർ പറയുന്നതും ഞങ്ങൾ പറയുന്നതും. അതിന്റെ ഭാഗമായി ചർച്ചകൾ നടക്കും. അത് എല്ലാവരുമായിട്ട് നടക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് ഒറ്റ മുസ്ലിം കാൻഡിഡേറ്റ് പോലും കോൺഗ്രസിന് അവതരിപ്പിക്കാൻ കഴിയില്ല. കാസ വിഴുങ്ങി എന്നുള്ളതാണ് DCC നേതൃത്വ കാസ വിഴുങ്ങി എന്നാണ് പ്രധാനപ്പെട്ട. അതിലൊന്നും അത്തരം ഒരു ചർച്ചയൊന്നും ഞങ്ങൾ തമ്മിൽ നടത്തിയിട്ടില്ല. ഞങ്ങൾ തമ്മിൽ നടത്തിയതായ ചർച്ച വളരെ ഹൃദ്യമാണ്, ബോധ്യപ്പെടുത്തലാണ്. ഞങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് കേൾക്കാനുള്ള ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഞങ്ങൾ അത് കേട്ടു, അത് സംസാരിച്ചു. DC പ്രസിഡന്റ് പറഞ്ഞല്ലോ. DC പ്രസിഡന്റ് പറഞ്ഞു. അല്ല, ഞാൻ പാർട്ടിയിൽ സ്വാഭാവികമായിട്ടും 3 മണി കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഞങ്ങൾ പാർട്ടിയിൽ. ഞാനിപ്പോ നിങ്ങൾ കണ്ടല്ലോ, 2 സ്ഥാനാർത്ഥികൾ നിങ്ങൾ വിമതരാണെന്നൊക്കെ പറഞ്ഞു. അവർ പരസ്പരം കൈകൊടുത്ത് പിരിയാണ്. അപ്പം എല്ലാവരും പിൻവലിക്കും. ഇപ്പൊ ജഷീർ പള്ളി വയൽ സ്വാഭാവികമായിട്ടും അദ്ദേഹമൊക്കെ നമ്മളൊന്നും പാർട്ടി കമ്മിറ്റഡ് ആയിട്ടുള്ള ആളല്ലേ. അതുകൊണ്ട് ബിനു ജാക്കബ് അടക്കം പിൻവലിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. നെന്മേലിയിലെ സാഹചര്യം എങ്ങനെ? നെന്മേലിയിൽ ലീഗും കോൺഗ്രസും തമ്മിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, 4 സീറ്റുകളിലെങ്കിലും. എന്താണ് ഇപ്പോൾ ഒടുവിലത്തെ ഒരു ചിത്രം? നെന്മേലിയിലെ സംഘടനാപരമായ കാര്യം, ആ ചർച്ചയിൽ ഞാനും പങ്കാളിയായതാണ്. അവിടുത്തെ പ്രശ്നങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ഒരു വാർഡിലെ ഒരു പ്രശ്നം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. ഏതായാലും ഒരു സമയമുണ്ട്, അത് വീണ്ടും ആ ചർച്ച തുടരുന്നുണ്ട്. ഇത്രയും കുറവ് പ്രശ്നങ്ങൾ കേരളത്തില് വയനാട്ടിൽ മാത്രമേ ഉള്ളൂ. വളരെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചല്ലോ, നിങ്ങൾ എല്ലാ പ്രശ്നവും കൂലങ്കശമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നന്നായി തീർന്ന ഒന്നും നിങ്ങളെ പരിശോധനയ്ക്ക് വരില്ല. നന്നായി തീർന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും നിങ്ങളെ പരിശോധനയിൽ വരില്ല. അല്ല, സിദ്ദിഖ് MLA അവിടെ DC പ്രസിഡന്റ് നേതൃത്വത്തില്ല. അപ്പൊ അല്ലല്ല, അതൊക്കെ ഈ ഐയും എയും ചിത്രങ്ങളൊന്നും ഇപ്പൊ ഇല്ല. അതൊക്കെ നിങ്ങളെ ഭാഗമായി നിങ്ങളുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ല വേറൊരു പ്രശ്നമില്ല. ഇതിൽ നല്ല രീതിയിലുള്ള ഒരു എക്സർസൈസ് നടന്നു. ആ എക്സർസൈസ് ഗുണപരമായി മാറി. ഇന്ന് വളരെ ചുരുങ്ങിയ കേസസ് മാത്രമേ ബാക്കിയുള്ളൂ. അതിപ്പം പരിഹരിക്കും.